ഹായ് ഹലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പ്രഹസനത്തിലൂടെയാണല്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈവനിങ് ജസ്റ്റ് ഒന്ന് എന്തായാലും നാട്ടിലെത്തിയ സ്ഥിതിക്ക് കൊല്ലം ബീച്ചൊക്കെ ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിയതാണ്. ഇതിപ്പോൾ കൊല്ലം ബീച്ചല്ല, നമ്മുടെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് ഉള്ള പുലിമുട്ടാണ് കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത്യാവശ്യം നല്ല കടലുണ്ട്. അതുകൊണ്ട് ഗേറ്റ് ഓപ്പൺ അല്ല, അകത്തോട്ട് ആരെയും കയറ്റി വിട്ടില്ല. നമ്മളതുകൊണ്ട് പുറത്തിരുന്നത് ഒരു 6 മണി 5 മണി ആ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, ഇങ്ങനെ ഒരു റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. കൊല്ലംകാർക്ക് മിക്കവർക്കും നല്ല രീതിയിൽ അറിയാവുന്ന ഒരു സ്പോട്ട്. അപ്പം കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ കൂടുതൽ മീറ്റ് ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. കല്യാണത്തിന് ശേഷം ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ പോകാറുണ്ട്. എന്തോ അവിടെ ഇരിക്കാൻ ഒരു പ്രത്യേക വൈബാണ്. അപ്പം ഇങ്ങനെ ഷിപ്പൊക്കെ കണ്ട് നമ്മുടെ പോട്ട് പോലത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം വൈബ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. പിന്നെന്താ, പിന്നെ ഈ മഴ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടിട്ട് കടലുള്ളത് കൊണ്ടും അവർ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വിട്ടില്ല. അതുകൊണ്ട് ചെറിയൊരു വിഷമവും ഉണ്ട്. ഈ ഒരു സ്പോട്ട് നമ്മുടെ മറിയമ്മക്ക് മൂവിക്കകത്ത് ഒരു സോങ്ങിനകത്ത് എന്തോ കാണിക്കുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. അപ്പം അകത്തോട്ട് അവർ കയറ്റി വിടാത്തത് കൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങ് ഇറങ്ങുമായിരുന്നു അവിടെ നിന്ന്. കണ്ടില്ലേ, തിര നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ആളും ഇല്ല, ആൾ വളരെ കുറവാണ്. എപ്പോഴും ഇവിടെ അധികം ആളുണ്ടാവില്ല, പക്ഷേ കൊല്ലം ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാണ്. എപ്പോൾ പോയാലും അത്യാവശ്യം നല്ല ആളുണ്ടാവും. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് നേരെ നമ്മൾ കൊല്ലം ബീച്ചിലേക്കാണ് പോകുന്നത്. പിന്നെ കൊല്ലം ബീച്ചിൽ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതിന് വേണ്ടിയിട്ടാണ്, ഉപ്പിലിട്ടത് കഴിക്കുക. ഞാൻ മെയിനായിട്ട് കൊല്ലത്ത് പോകുന്നത് ഇതിനാണ്. ബീച്ചിൽ പൈനാപ്പിൾ ഉപ്പിലിട്ടതുണ്ട്, മാങ്ങ ഉപ്പിലിട്ടതുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ കഴിക്കുന്നത് ഇത് രണ്ടുമാണ്. പിന്നെ അവിടെ ഇതും ഉണ്ട്, ലവലോലിക്കയുണ്ട്, നെല്ലിക്കയുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട് അവിടെ ഉപ്പിലിട്ടത്. ഉപ്പിലിട്ടത് മാത്രമല്ല, ബജി ഐറ്റംസ് ഉണ്ട്, ഐസ്ക്രീംസ് ഉണ്ട്, അങ്ങനെ സകലമാന സാധനങ്ങളും ഉണ്ട്. പിന്നെ എൻജോയ്മെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഈ കുതിരയുടെ പുറത്തിരുന്ന് പോകാൻ പറ്റും കൊച്ചു കുട്ടികൾക്ക്. പിന്നെ പട്ടം പറത്താം, അങ്ങനെ കുറേ എൻജോയ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെന്തായാലും ഉപ്പിലിട്ടതും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു.